ഭയങ്കര ചൂട്, ഭയങ്കര എന്താ പറയുക വിയർപ്പായിരുന്നു. ഇപ്പോഴാണ് കറണ്ട് വന്നത്. അവിടെ സാറവിടെ എന്തെടുത്തു? ഞാനെടുത്തത് ഒരു ചെറിയ പാനും അരി ഊറ്റാനൊരു സംഭവം, പിന്നെ ഗ്ലാസ്, നമുക്ക് പ്ലേറ്റ്, ചോറിനാൻ പ്ലേറ്റ് വേണ്ടേ? ഇതല്ല അതിനെത്ര? എടുത്താലോ? എടുക്കാം. സെർച്ചിങ് അറ്റ് ലാസ്റ്റ് ഐ ഗോട്ട് വൺ ബാസ്ക്കറ്റ്. അതിനകത്തിടാം. പൊട്ടാതിരുന്നാൽ മതി. ഗ്ലാസ്സൊക്കെ പൊട്ടിയ ഇപ്പം തന്നെ എൻ്റെ ഞാനിവിടെ ടീഷർട്ടിൻ്റെ സെക്ഷനിലാണ്. 99 എത്ര ടീഷർട്ടുണ്ട്, പക്ഷെ നമ്മൾ തിരഞ്ഞ് പറഞ്ഞ് എടുക്കണം, അതാണ് പ്രശ്നം. നോട്ടെ, ഇത് XL മക്കളെ. XL വേണ്ട, ഒരു മീഡിയം സൈസൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. നോക്കിയെടുക്കട്ടെ. ബോളെടുത്ത് എറിഞ്ഞാലോ? ഞാൻ ഈ പാണ്ടാനെ എടുക്കണോ, ഇതിനെ എടുക്കണോ? ഇതെടുത്താലോ? ആ, അതാണോ നല്ലത്? വെറുതെ എൻ്റെ അവിടെ കിടക്കുന്നുണ്ട് വലിയ ഭയങ്കര കട്ടി, തലവേദന എടുക്കുന്നു. ഇതിങ്ങനെ സ്പോഞ്ച് പോലെ 99 രൂപ. പാണ്ടേനെ വേണോ, ഇല്ല പട്ടീനെ വേണോ, ഈ പഗ്ഗിനെ വേണോ, ഈ ടൈഗർ വേണോ? ഇതന്നെ എടുത്തു. സാറ് ഇപ്പം രണ്ടാമത്തെ ബാറ്റ് കണ്ടുപിടിച്ചു. പില്ല് കണ്ട് അന്താളിക്കണ്ട. എനിക്ക് ഞങ്ങൾ കണ്ട ഒരു കടയാണ്. ഇവിടെ നിന്ന് കയറി നോക്കാം എന്താ കിട്ടുന്നതെന്ന്. ചൂടല്ലേ. മാംഗോ ലസ്സി, ബട്ടർ മിൽക്ക് ലസ്സി, ഐസ്ക്രീംസ് ആൻഡ് മോർ ഐറ്റംസ്. എന്തൊക്കെയാണോ ഇവിടെ എന്തൊക്കെ കിട്ടും. എൻ്റെ പാത്രങ്ങൾ ഇങ്ങനത്തെ ഉള്ളത്. നമ്മൾ അടുത്ത കടയിൽ ഫ്രഷ് ബിരിയാണി. ഇതെന്താ? ഹോട്ട് ടക്കർ ബിരിയാണീസ്. അപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ വീണ്ടും അടുത്ത കടയിലേക്ക്. ഭയങ്കര വേലത്തോടെ 2 എണ്ണം വെറുതെ വീട്ടിലിരിക്കേണ്ട സമയത്ത് 2 എണ്ണോടെ ഇങ്ങനെ ചാടി പക്ഷേ ഇതുവരെ ഒരു കടകൾ കണ്ടില്ല. കുറേ കടകൾ കണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം ഉള്ള കടകൾ ഇല്ല. അപ്പോൾ ഇങ്ങനെ നടന്ന് നോക്കട്ടെ. നമുക്ക് അപ്പുറത്തെ സൈഡായിരുന്നു പോകണ്ടല്ലേ. അപ്പോൾ വേറൊരു കട ലസ്സി ഷോപ്പ് വന്നിട്ട്. അപ്പോൾ
ആപ്പിൾ 60, പപ്പായ 50, ക്യാരറ്റ് സ്പെല്ലിങ് ഫ്രൈ ചെയ്ത് 2 ഗ്ലാസ് പപ്പായ ഷേക്ക്. നല്ല മധുരമുള്ള ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ ക്ലാസ് കാലിയാക്കി. എങ്ങനെയുണ്ട്? സൂപ്പർ. സോ ഒരു ഇന്ദിര പ്രിയദർശിനി ഹോട്ടൽ കണ്ടു. അപ്പോൾ അങ്ങോട്ട് കയറി നോക്കട്ടെ എന്തൊക്കെ ഫുഡ് മെനു. ചോദിക്കണോ? എന്താ भैया चिकन बिरयानी है? ऑपोजिट ഇവിടെ ചിക്കൻ ബിരിയാണി ഹേ എന്ന് പറഞ്ഞപ്പോഴത്തേന് പോകാം. ഒരു SS പാലസ് കയറാം. ഇങ്ങനെയാണ്. ചിക്കൻ മിനി ദം ബിരിയാണി 230 രൂപ. ചിക്കൻ ദം ബിരിയാണി ഗോങ്കൂറ 320. എവിടെ വേണ്ട ഇത് നോക്കിയേ, ഇത് ഭയങ്കര കൂടുതലാണ്. അപ്പം ഞങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങി അടുത്ത കടയിൽ കയറി നോക്കട്ടെ. കിട്ടും, എവിടെന്നെങ്കിലും കിട്ടണമല്ലോ. വഴി അറിയാത്ത 2 എണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ കൂടെ പോകണ്ടേ, പക്ഷേ ഇവിടെ വഴിയുണ്ട്. അങ്ങനെ നേരെ നടന്നു പോയി മേളിലെത്താം. അവിടെ ചക്ക വിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കരിമ്പ് ജ്യൂസ്. റോഡിൻ്റെ നടുക്കൂടെ മൊബൈലും കൊണ്ട് ഞാൻ സാറോട്ടെ ഇവിടെ എന്തൊക്കെയോ ഇലകൾ. ഒരു കട തിരക്കിട്ട് അതെന്താണാവോ? ലക്കി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ പാഴ്സൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞാൽ മെനു കാർഡ് കാണണ്ടേ. അപ്പോൾ അവിടെ വില കൂടുതലായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വീണ്ടും വെയിലത്തൂടെ കുറച്ച് നേരം കൂടെ നടക്കാമെന്ന് വെച്ചു. നമുക്ക് ഭയങ്കര ചൂട്. പിന്നെ നമുക്ക് വഴി അറിയില്ല. പിന്നെ ഒരു ഊണം വെച്ച് ഇങ്ങനെ പോവുക. ഇതുവഴിയൊക്കെയാണ് വന്നത്. ആക്ച്വലി നമ്മൾ ഈ ഫ്ലൈവറിന് പുറത്തൂടെ ആയിരുന്നു വരേണ്ടത്. താഴെ കൂടെ വന്നു. എന്നാ വെയിലാണെന്നറിയാമോ? സാറ് ഞാനും ഇനിയൊരു കട അടുത്തെങ്ങാനോ ഉണ്ടോ? വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ സാറൊക്കെ കളർന്നില്ല. തേയിൽ കൊല്ലുകാരൊന്നും വെയിലത്ത് പാടില്ലല്ലേ. ഇതൊക്കെ എൻ്റെ ഇനി കിടക്കുന്നേ ഉള്ളൂ. അപ്പം അറിയാം. ഒരു കട തിരക്കി നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും? ദഹിപ്പിക്കുന്നതിൻ്റെയൊക്കെ സ്മെല്ല് ഇഞ്ചി പുതിനയില ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ. ഇവിടെ ഒരു അമ്മച്ചി ഇരുന്ന് എന്തോ ചുട്ട് കഴിക്കുകയാണ് കേട്ടോ. ആടിൻ്റെ തലയും കോണും കാര്യങ്ങളെല്ലാം അവിടെ. ചുമ്മാ അല്ല, എനിക്ക് തോന്നി എന്തോ ഒരു വല്ലാത്ത സ്മെൽ. കവർ കട്ട് ഞാനിപ്പോൾ തറയും. ഇവിടെ ക്രോസ് ചെയ്യുമ്പോഴത്തെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം.
ആൾക്കാർ നമ്മളെ നോക്കില്ല, നമ്മൾ നേരെ നോക്കി ക്രോസ് ചെയ്താൽ നമുക്ക് കൊള്ളാം. അപ്പോൾ നമ്മൾ കണ്ട ഒരു ചിക്കൻ്റെ കടയിലുണ്ട്. പിന്നെ അപ്പുറത്തൊരു ബിരിയാണി കട ഉണ്ട്, നോക്കട്ടെ. ഈ സൈഡിൽ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വന്നില്ലേ. ഈ കടയിൽ കയറിക്കോ, കയറിക്കൂടെ? അത് നമ്മൾ ഇവിടുന്ന് ടോക്കൺ എടുക്കണോ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടോക്കൺ എടുക്കണം തോന്നുന്നു. ടോക്കൺ എടുക്കാം. എന്താ എത്രണ്ണം? സോ നമ്മൾ ആ ബിരിയാണി കടയിൽ കയറി, അവിടെ നിന്ന് ടോക്കൺ എടുത്തു. അത് കൊടുത്തു. അപ്പോൾ ബിരിയാണി ആവുന്ന സ്ഥലം കൊണ്ട് നമുക്ക് എന്തെങ്കിലും കൂൾ ഡ്രിങ്ക്സ് വേണ്ടേ, അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വേറെ വെള്ളമൊന്നുമില്ല. അപ്പം അത് കിട്ടുന്നൊരു കടയിലേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നേ. ഒരു കടയിലുണ്ടെന്ന് തോന്നുന്നു. कितना है दैट वन? कितना है? 100 का छोटा वाला, दैट ऊपर वाला कितना? 55. ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടുണ്ട്. വണ്ടിക്കാരോട് വഴി പറയുന്നത് വളരെ രസകരമായ ആക്ച്വലി നമ്മുടെ സ്കൂളിലിരിക്കുന്ന സ്ഥലം കറക്റ്റ് സ്ഥലമില്ല, കാരണം അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂള് മാത്രമേ ഉള്ളൂ. ഒരു ലാൻഡ് മാർക്ക് പറയാം. നമ്മുടെ സ്കൂളിലേക്ക് ഓരോ ഓട്ടോയും പോകുന്നില്ല, ഇച്ചിരി ദൂരമുണ്ട് ഇവിടുന്ന്. ഈ സൈഡിൽ ഇങ്ങനെ കുറേ ഇങ്ങനെ ഫ്രൂട്ട്സ് കച്ചവടമുണ്ട്. പക്ഷേ ഈച്ചകളെന്ന് പറഞ്ഞാൽ ഈച്ചകളെ കണ്ടില്ലേ, ഭയങ്കര ഈച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈച്ചയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈ ഓവറിൻ്റെ കീഴിൽ കുറച്ച് നേരം നിന്നത്, കാരണം എന്തൊരു തണുപ്പാച്ചേ, എന്തൊരു ചൂടാണെന്നറിയോ. ഇനിയും ഓട്ടോ അടിക്കണം. ഓട്ടോ അങ്ങോട്ടാന്ന് തോന്നും. അതിനകത്ത് നമ്മളെങ്ങനെ കയറും? ഒരു ഓട്ടോ കിടപ്പുണ്ട്, പക്ഷേ ഓട്ടോക്കകത്ത് ഇരിക്കാൻ സ്ഥലമില്ല. നോക്കട്ടെ, ഉണ്ടെങ്കിൽ കയറും. ചോദിച്ചു നോക്കിയേ. സോ നമുക്ക് ഓട്ടോ കിട്ടി. എന്താ